പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണം. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകൻ OR ജനീഷ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞ മാസം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. ദേശീയപാത 544-ൽ ഇടപ്പള്ളി മണ്ണൂത്തി മേഖലയിൽ 4 സ്ഥലങ്ങളിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സുഗമമാക്കാത്തതിനെ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്കാണ് ഇവിടങ്ങളിലുണ്ടായത്. ഇതേ തുടർന്നാണ് കളക്ടറുടെ ഈയൊരു നടപടി. കഴിഞ്ഞ ദിവസം ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചപ്പോഴും ഫാസ്ടാഗിലൂടെ പണം പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കമ്പനി ജീവനക്കാരെ പിൻവലിച്ചിരുന്നു. ടോൾ ബൂത്തിലെ ബാരിക്കേഡുകൾ തുറന്നുവെക്കുകയും ചെയ്തു. എന്നാൽ വാഹനങ്ങളിലെ ഫാസ്ടാഗ് സ്കാൻ ചെയ്യപ്പെട്ടാൽ തുക പിൻവലിക്കപ്പെടില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. സ്കാനിംഗ് മെഷീനുകളുടെ പ്രവർത്തനം നിലയ്ക്കണമെങ്കിൽ പവർ ഓഫ് ചെയ്യണം. അതിനുള്ള അധികാരം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ്. കമ്പനിക്ക് അതിൽ നിയന്ത്രണമില്ല. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവിട്ടത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ടോൾ പിരിവ് നിർത്താൻ ഏപ്രിൽ 16-ന് തന്നെ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി സാവകാശം തേടിയതോടെ ഈ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. എന്നിട്ടും സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നതോടെയാണ് പുതിയ ഉത്തരവ്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടി അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതരോട് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.